നമ്മൾ ഭൂമിയിലെ താപനിലയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ ഭൂമിയിലേക്ക് വരുന്ന സോളാർ റേഡിയേഷനെക്കുറിച്ചും അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ്, ഭൂമിയിലെ താപനില വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു താപനില ഭൂമിയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യാസമാണ്. നമുക്ക് ഈ ഭൂമിയുടെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ചൂട് കൂടിയ പ്രദേശങ്ങളാണ് ഈ ഒരു ചുവന്ന നിറത്തിലൊക്കെ കാണിച്ചിരിക്കുന്നത്. അങ്ങോട്ട് റോസൊക്കെ വരുന്ന സമയത്ത് ചൂട് കൂടിയ പ്രദേശങ്ങളാണ്. അപ്പോൾ ഭൂമിയുടെ ഈ ഒരു ഭൂമധ്യരേഖ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, ഇക്വേറ്റർ. ഭൂമധ്യരേഖയെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശത്തൊക്കെ ഭയങ്കര താപനിലയുണ്ട്. അതിന് ദൂരത്തോട്ട് പോകുന്ന സമയത്ത് താപനില കുറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രദേശങ്ങളിൽ താപനില കുറവുണ്ട്. അപ്പോൾ ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ താപനിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നത്? അതായത് നമ്മളുടെ ഒരു കണക്ക് പ്രകാരം, അതായത് നമ്മുടെ ഒരു ആശയപ്രകാരം സൂര്യനിൽ നിന്നും ഒരേ ലാറ്റിറ്റ്യൂഡിൽ ഒരേപോലെയാണ് താപം പതിക്കേണ്ടത്. പക്ഷെ അതിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. കാരണം മേഘങ്ങളും മറ്റുമൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയിലെ താപനില വ്യത്യസ്തത പ്രദേശങ്ങളിൽ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. KS എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്പ്, ലേണേഴ്സ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമായ കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ക്ലാസ്സുകൾ അതിലും കാണാവുന്നതാണ്. കൂടാതെ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്, ഈ ഒരു PDF രൂപം നിങ്ങൾക്ക് അതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ ഡെയിലിയുള്ള പ്രാക്ടീസ് ചോദ്യങ്ങളും നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് എഴുതാവുന്നതാണ്. ആപ്പിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കൂടാതെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഭൂമിയിലേക്ക് വരുന്ന താപം, ഭൂമിയിലെ ഉപരിതലത്തിലുണ്ടാക്കുന്ന വ്യത്യാസം നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? അത് താപനില വെച്ചിട്ടാണ് അളക്കുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള താപനിലയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം ഒരുപാട് ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മേഘങ്ങളിലുള്ള സാന്നിധ്യം, അല്ലെങ്കിൽ അവിടെ കാറ്റുണ്ടോ, അവിടെ സമുദ്രമുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ലാറ്റിറ്റ്യൂഡ്, അവിടെ എത്ര ഉയരമുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേകതകളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഭൂമിയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാണ്, ഭൂമിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത താപനിലയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഈ ഒരു ഇക്വേറ്ററിന് പാരലായിട്ട് വരക്കുന്ന രേഖകളെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും, ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, അല്ലെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ താപനില കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപനില കുറവാണ്, ചുവപ്പ് എന്ന് പറയുമ്പോൾ താപനില കൂടുതലാണ് കാണുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മറ്റൊന്നാണ് അൾട്ടിറ്റ്യൂഡ്. അൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിപ്പോൾ മൂന്നാറിലേക്കോ മറ്റൊക്കെ പോകുന്ന സമയത്ത് അത് ഉയരം കൂടിയ പ്രദേശമാണ്, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം, അവിടെ തണുപ്പാണ്. അപ്പോൾ ഉയരം കൂടുന്ന സമയത്ത് താപനില കുറയുന്ന കാര്യവും നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹിമാലയത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് മഞ്ഞ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അവിടെ താപനില കുറയുന്നത് എന്നൊക്കെയാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. പിന്നെ ഈ ഒരു കടലിൽ നിന്നുള്ള അകലം നമുക്കറിയാം. ഈ ഒരു കടലോ കായലോ ഒക്കെ നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു കാലാവസ്ഥയാണ് അനുഭവപ്പെടുക, നല്ല തണുപ്പൊക്കെ ഉണ്ടാവും, അധികം ചൂടുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ താപനില കുറക്കുന്നതിന് കടലിനും ഒരു പ്രാധാന്യമുണ്ട്. ആ ഒരു പ്രാധാന്യവും നമ്മൾ പഠിക്കും. അതിനുശേഷം ഈ ഒരു എയർ മാസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. എയർ മാസ് എന്താണെന്ന് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരും. അതിനുശേഷം എയർ മാസ് എങ്ങനെയാണ് ഈ ഒരു ഭൂമിയുടെ അന്തരീക്ഷ താപനില കുറക്കുന്നതിന് കാരണമാവുന്നത്, കൂടാതെ ഈ ഒരു സമുദ്രങ്ങളിലുള്ള സമുദ്രജല പ്രവാഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓഷ്യൻ കറൻറ്റുകൾ, ഇവയും എങ്ങനെയാണ് ഭൂമിയിലെ താപനില കുറക്കുന്നതിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലെ താപനിലയെ വ്യത്യാസമാക്കുന്നത്, ഓരോ പ്രദേശത്തെയും താപനിലയെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കും. അതിനുശേഷം ഈ ഒരു ലോക്കൽ ആസ്പെക്ട്സ്, അതായത് ആ ഒരു പ്രദേശത്തിൻ്റെ ചില പ്രത്യേക കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ആ ഒരു പ്രത്യേക കാരണങ്ങൾ കാരണം എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത? കാരണം കേരളം ഒരു പ്രത്യേകമാണ്. കേരളത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വെസ്റ്റേൺ ഘാട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഇത് മലയുണ്ട്, അല്ലെങ്കിൽ പശ്ചിമഘട്ടമുണ്ട്, ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ എന്തുണ്ട്, കടലുമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോക്കൽ ആസ്പെക്റ്റുകളുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നല്ലൊരു കാലാവസ്ഥയാണ് കിട്ടുക മറ്റ് ഇന്ത്യയിൽ കമ്പയർ ചെയ്തിട്ടുള്ളത് നോക്കുമ്പോൾ. അപ്പോൾ നല്ലോണം മഴയും കിട്ടും, അത്യാവശ്യത്തിന് വെയിലും കിട്ടും, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത്തരത്തിൽ ലോക്കൽ ആസ്പെക്റ്റ്, അതുപോലെ തന്നെ ലോക്കൽ കാറ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ടെമ്പറേച്ചറിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു താപനിലയെ, ഭൂമിയിലെ ഓരോ പ്രദേശത്തെയും താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അത്. ആ ഒരു പ്രദേശത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ്, ആ ഒരു പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ്, കടലിൽ നിന്നും എത്ര ദൂരത്തിലാണ്, അവിടെ എയർ മാസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുമോ, അപ്പോൾ കൂടാതെ അവിടെ സമുദ്ര ജലപ്രവാഹങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ലോക്കൽ പ്രത്യേകതകൾ. അപ്പോൾ ഇവ ഓരോന്നും എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലാറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത്. ലാറ്റിറ്റ്യൂഡ്
ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇൻസലേഷൻ റിസീവ് ചെയ്യുന്നതിന് എന്ത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഈ വരുന്ന സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ അനുസരിച്ചാണ് ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്തും അല്ലെങ്കിൽ ട്രോപ്പിക് പ്രദേശത്തും എന്താണ് കൂടുതലായിട്ട് ഇൻസലേഷൻ ലഭിക്കുന്ന കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇൻസലേഷൻ്റെ ക്ലാസ്സിൽ തന്നെ. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഒരു ട്രോപ്പിക് പ്രദേശത്ത് കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് കുറഞ്ഞ പ്രദേശങ്ങൾ, അതായത് ഇക്വേറ്ററാണ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് കുറഞ്ഞ പ്രദേശങ്ങളിൽ നമുക്ക് എന്താവും, ഈ ഒരു ലാറ്റിറ്റ്യൂഡ് കുറഞ്ഞ പ്രദേശങ്ങളിൽ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇക്വേറ്ററിൽ നിന്ന് ദൂരത്തേക്ക് പോകുന്ന സമയത്ത്, പോളിലേക്ക് പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറയും. ഇതൊരു ഫാക്ടറാണ്. പക്ഷേ ഇത് മാത്രമല്ല ഫാക്ടർ, അതാണ് ആ ഒരു ഫാക്ടറാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻസുലേഷൻ കുറയുന്നത്? കാരണം പോൾ പ്രദേശത്ത് ഒരു ആംഗിളിൽ അല്ലെങ്കിൽ സ്ലാൻഡ് ആയിട്ടാണ് പതിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇക്വേറ്ററിലാണെങ്കിൽ ഏകദേശം വെർട്ടിക്കലി ആയിട്ടാണ് പതിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് വരുന്നത്. അപ്പം ട്രോപ്പിക്കൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ, ഇക്വേറ്റർ പ്രദേശത്ത് മേഘങ്ങളുള്ളതുകൊണ്ട് കുറവുണ്ടെന്ന് പറയും. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ലാറ്റിറ്റ്യൂഡ് 0 മുതൽ ഒരു 40 ഡിഗ്രി വരെയൊക്കെ നമ്മൾ സർപ്ലസ് ഇൻസുലേഷൻ കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അതുപോലെ ഈ ഒരു 40 മുതൽ 90 വരെയുള്ളത് ഡെഫിസിറ്റ് വരുന്ന സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെഫിസിറ്റ് വരുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ കുറവായിരിക്കും. ഒരു ഫാക്ടർ നമ്മൾ പഠിച്ചു. അടുത്തതാണ് അൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം. നമ്മളിപ്പോൾ ഓൾറെഡി അന്തരീക്ഷത്തിൻ്റെ ലെയറുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറയുവാണ് ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ നിന്ന് മേലോട്ട് പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്തേ കുറയുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് പ്രധാനമായിട്ടും എനർജി കൊടുക്കുന്നത് ഭൂമിയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. കാരണം സൂര്യനിൽ നിന്ന് 14% അന്തരീക്ഷത്തിലേക്ക് താപം കിട്ടുന്നത്. ഭൂമിയാണെങ്കിലോ എർത്താണെങ്കിലോ അത് 34%. അപ്പോൾ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഭൂമി ഇവിടെ നിന്നാണ് ചൂട് കൊടുക്കുന്നത്. അപ്പോൾ ചൂട് ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഇതിൻ്റെ അടുത്തുള്ളവർക്കായിരിക്കും കൂടുതൽ ചൂട് കിട്ടുക. മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തായിരിക്കും കിട്ടുന്ന ചൂട് കുറയുമായിരിക്കും. അതായത് ഒരു ഈ സ്റ്റൗവിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചു, അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചു. അപ്പോൾ ഈ മെഴുകുതിരിയുടെ ഇവിടെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല ചൂടുണ്ടാവും. ഇവിടെ കൈ വെച്ചാലോ കുറച്ച് ചൂട് കുറയും. ഇവിടെ കൈ വെച്ചാലോ വീണ്ടും ചൂട് കുറയും. അപ്പോൾ ഭൂമിയാണ് ഇതെങ്കിൽ, ഭൂമിയുടെ അടുത്താണെങ്കിൽ നല്ല ചൂടുണ്ടാവും. മുകളിലോട്ട് പോകുന്ന സമയത്ത് ചൂട് കുറയും, വീണ്ടും ചൂട് കുറയും. അപ്പോൾ ഹീറ്റ് കുറയും, താപം കുറയും. അപ്പോൾ അതിനനുസരിച്ച് താപനിലയും കുറയും. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക, ഭൂമിയിൽ ഈ ഒരു താപനില കുറയുന്നതായിരിക്കും. അപ്പോൾ ജനറലി ഹൈറ്റ് കൂടുന്ന സമയത്ത് താപനില കുറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇത് എവിടെയാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക മലകളുടെ അടുത്തൊക്കെയാണ്. അപ്പോൾ മലയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ ചിലപ്പോൾ മഞ്ഞൊക്കെ, നമുക്ക് ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ എന്ത് കാണാം? ഹിമാലയ പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രോപ്പിക് പ്രദേശത്തിൻ്റെ ആ ഒരു ഇതിലാണ് വരിക. ട്രോപ്പിക്കിന് ജസ്റ്റ് മുകളിലായിട്ടാണ് വരിക. അപ്പോൾ അവിടെ ഈ ഒരു 40 ഡിഗ്രി വരെ നമ്മൾ പറഞ്ഞു അവിടെ സർപ്ലസ് ആണ്. 40 ഡിഗ്രി നോർത്ത് വരെ നമ്മൾ പറഞ്ഞു അവിടെ സർപ്ലസ് ആണ് ഹീറ്റ്. അപ്പോൾ അവിടെ ശരിക്കും ചൂട് കൂടുതലല്ലേ വേണ്ടേ? പക്ഷേ ഹിമാലയ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ അവിടെ മഞ്ഞുമലകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? ഉയരം കൂടുന്തോറും താപനില കുറയുന്നുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ ഒരു ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നതിനെ നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ട്? അന്തരീക്ഷത്തിൻ്റെ വ്യത്യസ്ത ലെയറുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 6.5 ഡിഗ്രി സെൽഷ്യസ്, 1 കിലോമീറ്റർ വരുമ്പോൾ 6.5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ ഉയരം എത്രയാണ്? 8848 മീറ്ററാണ്. അപ്പോൾ ഏകദേശം എത്ര കുറയും? ഈ ഒരു 8.8 ഗുണിക്കണം, 8.8 കിലോമീറ്റർ എടുക്കാം ഇൻറ്റു 6.5 ഡിഗ്രി സെൽഷ്യസ്. അതെത്ര വരും? 6 × 48, ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസിന് അധികം വരും. ഇത്രയും ടെമ്പറേച്ചർ കുറയും. അതായത് നമ്മുടെ ഭൂമിയിൽ ഇതിൻ്റെ താഴെ 24 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ ഹിമാലയത്തിൻ്റെ താഴെ. അപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് കുറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ എത്രയായിരിക്കും? 25 നിന്ന് 50 കുറച്ചാൽ -25 ആയി. അപ്പോൾ ഹിമാലയത്തിൻ്റെ മുകളിൽ ഏകദേശം -25 ഡിഗ്രി സെൽഷ്യസാണ് വരിക. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു 3 കിലോമീറ്റർ ഉയരമുള്ള ഒരു പർവ്വതത്തിൻ്റെ കേസ് എടുക്കുമ്പം അതിൻ്റെ ഏറ്റവും താഴെ 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് എടുത്തു. അപ്പോൾ മുകളിലോട്ട് പോകുന്തോറും 1 കിലോമീറ്റർ കഴിയുമ്പം 6.5 കുറഞ്ഞു, 23 1 കിലോമീറ്ററും കൂടെ പോകുമ്പോൾ വീണ്ടും 6.5 കുറഞ്ഞു, 17 ഒരു കിലോമീറ്ററും കൂടെ പോയി ഏകദേശം 3 കിലോമീറ്റർ ആകുമ്പോൾ അത് 10.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയും. വീണ്ടും 1 കിലോമീറ്ററും കൂടെ പോകുമ്പോഴെന്ന് സംഭവിക്കും, വീണ്ടും 6.5 കുറയും, അത് 3.5
-3 ആയിട്ട് മാറും. വീണ്ടും മേളിലോട്ട് പോകുമ്പോഴോ അത് മൈനസിലേക്ക് പോകും, -3 ഒക്കെ വരും. അപ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? താപനില കുറയും. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടറും പഠിച്ചു. ഒന്നാമത്തത് ലാറ്റിറ്റ്യൂഡ്, രണ്ടാമത്തത് മുകളിലോട്ട് പോകുന്ന ഉയരം, ഒരു പ്രദേശത്തിൻ്റെ ഉയരം, ഉയരം കൂടിയ പ്രദേശമാണെങ്കിൽ, ഉദാഹരണത്തിന് മൂന്നാർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരം കൂടിയ പ്രദേശമാണ്. അപ്പോൾ മൂന്നാറിൽ തണുപ്പാണ്, നമ്മുടെ സാധാരണയുള്ള തീരപ്രദേശങ്ങളൊക്കെ അപേക്ഷിച്ച് താപനില കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരം കൂടുമ്പോൾ താപനില കുറയും എന്നുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ രണ്ടാമത്തെ ഘടകം കിട്ടി. മൂന്നാമത്തതാണ് കടലിൽ നിന്നുള്ള അകലം എന്നുള്ളത്. അപ്പോൾ കടലിൽ നിന്നുള്ള അകലം എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കടലിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശമാണെങ്കിൽ അവിടെ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് കാറ്റുണ്ടാവും. നമ്മൾ കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് കടലിൻ്റെ അടുത്ത് പോകാറില്ലേ? അപ്പോൾ ഈ ഒരു കടൽക്കാറ്റൊക്കെ ഉണ്ടാവുന്നത് എന്താക്കും? അവിടെ താപനില കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കടൽക്കാറ്റിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് വിളിക്കുന്നത്. ബ്രീസ് എന്ന് പറഞ്ഞാൽ മന്ദമാരുതൻ, വളരെ സൗമ്യനായിട്ടുള്ള കാറ്റിനെയാണ് ബ്രീസ് എന്ന് വിളിക്കുന്നത്, നല്ല കുളിർമയൊക്കെ നൽകുന്നത്. അപ്പോൾ സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ കടൽക്കാറ്റ്. അപ്പോൾ സീ ബ്രീസ് എന്താക്കും? അവിടുത്തെ താപനില കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊന്നാണ് ലാൻഡ് ബ്രീസ്. ലാൻഡ് ബ്രീസ് എന്ന് വെച്ചാൽ കരക്കാറ്റ്, കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നതാണ് കരക്കാറ്റ്. അപ്പോൾ ഇത് രാത്രിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് എന്താക്കും? അവിടുത്തെ താപനില കുറക്കുന്നതിന് കാരണം, അല്ലെങ്കിൽ താപനില കൂട്ടുന്നതിന് കാരണം. അപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ ഒരു സീ ബ്രീസ്, എന്താണ് ഒരു ലാൻഡ് ബ്രീസ് എന്നുള്ളതാണ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. എന്താണ് ഈ ഒരു കടൽക്കാറ്റ്, എന്താണ് കരക്കാറ്റ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു കടലിൻ്റെ അടുത്താണെങ്കിൽ കടലിന് ഒരു മോഡറേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ട് ടെമ്പറേച്ചറിൻ്റെ മേലെ. അതായത് മോഡറേറ്റിംഗ് ഇഫക്റ്റ് പറഞ്ഞാൽ ഒരു ഡിബേറ്റിൽ മോഡറേറ്റർ ഉണ്ടാവുമല്ലോ, നിയന്ത്രിക്കുന്ന ആൾ. അതുപോലെ ആ ഒരു പ്രദേശത്തിൻ്റെ താപനിലയെ നിയന്ത്രിക്കുന്ന ഒരു ഇഫക്റ്റ് നമ്മുടെ കടലിന് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സീ ബ്രീസ് അല്ലെങ്കിൽ കടൽക്കാറ്റ് ആണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കടൽക്കാറ്റ് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കടൽ തീരം അല്ലെങ്കിൽ ഒരു പ്രദേശമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ വെള്ളമുണ്ട്, ഓക്കെ, സമുദ്രമുണ്ട്, ഇത് കര, ഇത് കടൽ. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ രണ്ടുമുള്ള സാധനങ്ങൾ വ്യത്യാസമാണ്. ഇവിടെയുള്ളത് മണ്ണൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ളത് വെള്ളമാണ്. അപ്പോൾ ഒരു വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞ ഒരു ആശയമുണ്ട്. അത് ഫിസിക്സ് കൺസെപ്റ്റാണ്, നമ്മളതൊന്നും മനസ്സിലാക്കണ്ട. നമ്മൾ ഇത്രയും മനസ്സിലാക്കണ്ടോ, ഈ കര വേഗത്തിൽ ചൂടാവും. കരയുടെ പ്രത്യേകത എന്താ? വേഗം ചൂടാവും, ഭയങ്കര ദേഷ്യക്കാരനാണ്. അതുപോലെ വേഗം തണുക്കുകയും ചെയ്യും. കരയുടെ പ്രത്യേകത എന്താ? ഭയങ്കര ദേഷ്യക്കാരനാണ്, വേഗം ചൂടാവും, വേഗം തണുക്കും. കടലോ അല്ലെങ്കിൽ വെള്ളമോ മെല്ലെ ചൂടാവുള്ളൂ, മെല്ലെ ചൂടാവും, താപനില കൂടും, മെല്ലെ തണുക്കും. അപ്പോൾ രണ്ടുപേരും ഭയങ്കര വ്യത്യാസക്കാരാണ്. കാരണം ഒരാൾ വേഗം ചൂടാവും, വേഗം തണുക്കും, മറ്റൊരാൾ മെല്ലെ ചൂടാവും, മെല്ലെ തണുക്കും. അപ്പോൾ ഈ ഒരു പ്രത്യേകത കാരണമാണ് ഇവിടെ ഉണ്ടാവുന്നത്, ഇവിടെ ഒരു കാറ്റ് രൂപപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു കാറ്റിൻ്റെ രൂപപ്പെടുന്നതാണ് രണ്ട് കാറ്റുകളുണ്ട്. ഒന്ന് സീ ബ്രീസ്, രണ്ടാമത്തത് ലാൻഡ് ബ്രീസ്. അപ്പോൾ സീ ബ്രീസ്, അതായത് കാറ്റുകളുടെ പേര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാറ്റിൻ്റെ പേര് എപ്പോഴും തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്ന് വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്? അത് കടലിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം, സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ അത് കടലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാലോ കരക്കാറ്റ്, അതെവിടെ നിന്നാണ് വരിക? അത് കരയിൽ നിന്നാണ് വീശുക, കരയിൽ നിന്നാണ് വരിക. അപ്പോൾ നമ്മൾ നോക്കണ്ടേ, ഈ ഒരു പകൽ സമയം നോക്കുവാണ്. പകൽ സമയത്ത് ലാൻഡ് എടുക്കുവാണ്. ലാൻഡിൻ്റെ പ്രത്യേകത എന്താണ്? ലാൻഡ് വളരെ വേഗത്തിൽ ചൂടാവും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വേഗം ചൂടാവും, ഇവിടുത്തെ എയർ വളരെ വേഗത്തിൽ ചൂടാവും. കാരണം കര ചൂടാവുന്ന സമയത്ത് എർത്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഈ റേഡിയേഷൻ ഇവിടുത്തെ വായുവിനെ ചൂടാക്കും. അപ്പോൾ ഈ ഒരു ചൂടായ വായു എന്താവും? അതിൻ്റെ സാന്ദ്രത കുറയും. അപ്പോൾ അത് സാന്ദ്രത കുറയുമ്പോൾ അത് മുകളിലോട്ട് പോകും. അപ്പോൾ ഇത് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു മേഘങ്ങളൊക്കെ ആയിട്ട് രൂപപ്പെടും. അത് മേഘമായി പോയിക്കോട്ടെ. ഇതേ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന എയറാണ് ചൂടായിട്ട് മുകളിലോട്ട് പോയത്. അപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ പോയില്ലേ, അപ്പോൾ ഇവിടെ ഒരു എംപ്റ്റിനെസ് വന്നില്ലേ, ഒഴിഞ്ഞില്ലേ. ഈ ഒരു സമയത്ത് കടലിൻ്റെ അവസ്ഥ നോക്കിയേ. കടൽ മെല്ലെ ചൂടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താപനില ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. ഇവിടുത്തെ ആൾ മുകളിലോട്ട് പോയതുകൊണ്ട് ഇവിടുത്തെ ആൾ മേലോട്ട് പോയി ഇവിടെ പ്രഷർ കുറവായിരിക്കും. കാരണം താപനില കൂടുമ്പോൾ പ്രഷർ കുറയുന്ന കാര്യം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾ മേലോട്ട് പോകുമ്പോൾ ഇവിടെ ഒഴിഞ്ഞു, അതായത് അവിടെ പ്രഷർ കുറഞ്ഞു, മർദ്ദം കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ ഓൾറെഡി കര മെല്ലെ ചൂടാവുന്നുള്ളൂ. അപ്പോൾ ഇതിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെള്ളം മെല്ലെ ചൂടാവുന്നത് കൊണ്ട് എന്താണ്? ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന്
പ്രഷർ കുറഞ്ഞ അല്ലെങ്കിൽ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വായു ഇങ്ങോട്ട് ചലിക്കും. ഇതിനെയാണ് നമ്മൾ അഡ്വെക്ഷൻ എന്ന് വിളിക്കുന്നത്. വായുവിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ അഡ്വെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു കാറ്റ് വരുന്നത്? അത് കടലിൽ നിന്ന് കരയിലേക്കാണ് വീശുന്നത്. അപ്പോൾ പകൽ നേരത്താണ് ഇതുണ്ടാവുക അല്ലേ? ഡേ ടൈമിലാണ്, പകൽ നേരത്താണ് കര വേഗം ചൂടാവുക. അല്ലെങ്കിൽ ചൂട് കാലത്ത് സമ്മർ സമയത്താണ് ഇത് കൂടുതലായിട്ടുണ്ടാവുക. ഡേ ടൈം അല്ലെങ്കിൽ സമ്മർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താ പ്രത്യേകത? ലാൻഡ് ചൂടാവും, അപ്പോൾ അവിടെ ലോ പ്രഷർ ഉണ്ടാവും. കാറ്റ് എപ്പോഴും ഉണ്ടാവുക ഒരു സ്ഥലത്ത് ഹൈ പ്രഷറും ഒരു സ്ഥലത്ത് ലോ പ്രഷറും ഉണ്ടാവും. അപ്പോഴാണ് കാറ്റ് ഉണ്ടാവുക. ഹൈ പ്രഷർ എപ്പോഴാണ് ഉണ്ടാവുക? ഇവിടെ ഈ ഒരു ലോ പ്രഷർ ഉണ്ടാവുക ടെമ്പറേച്ചർ കൂടുമ്പോഴാണ്. ഇവിടുത്തെ ഡെൻസിറ്റി കുറഞ്ഞ് ഈ സാധനം മേലോട്ട് പോകുമ്പോൾ ഇവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ആവും. ഹൈ പ്രഷർ എപ്പോഴാണ് ഉണ്ടാവുക? ഇവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കുന്ന സമയത്താണ് ഹൈ പ്രഷർ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇവിടത്തേക്ക് പോയ സാധനങ്ങളെല്ലാം തണുത്തിട്ട് തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു സമയത്തും ഇവിടെ പ്രഷർ കൂടുതലായിട്ട് ഉണ്ടാവും. അതാണ് ഈ ഒരു സാധനം കാണിച്ചത്. ഈ മേലോട്ട് പോയ സാധനം തണുത്തിട്ട് തിരിച്ചു വരുന്നത്. അതിപ്പം നമുക്ക് വേണ്ട. അത് നമ്മൾ കാറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു സീ ബ്രീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കടൽക്കാറ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കര വേഗത്തിൽ ചൂടാവും, എന്നിട്ട് അവിടുത്തെ ചൂട് കൂടിയ വായു മുകളിലോട്ട് അങ്ങ് പോകും. അപ്പോൾ അവിടെ ഒരു എംപ്റ്റിനെസ് വരും, ഒരു ഒഴിവ് വരും, ഒരു കാലിയായ അവസ്ഥ വരും. അപ്പോൾ അവിടെ പ്രഷർ കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതേ സമയത്ത് കടലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ അധികം ചൂടായിട്ടൊന്നുമില്ല, കാരണം വെള്ളം മെല്ലെയല്ലേ ചൂടാവുള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് അധികം പ്രഷർ ഉണ്ടാവും, മർദ്ദം കുറച്ച് കൂടുതലായിരിക്കും. ആ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വരും. അപ്പോൾ ഹൈ പ്രഷർ ഏരിയ ആയ കടലിൽ നിന്ന് ലോ പ്രഷർ ഏരിയ ആയ മർദ്ദം കുറഞ്ഞ കരയിലേക്ക് കാറ്റ് വീശും. അതായത് കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സീ ബ്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സീ ബ്രീസ് വരുന്ന സമയത്ത് എന്താ? നമ്മുടെ അവിടുത്തെ താപനിലയൊക്കെ മെല്ലെ കുറയും. കാരണം ഇവിടുത്തെ ചൂടായ വായുവിനെയൊക്കെ ഇത് തഴുകിയിട്ടിട്ടാണല്ലോ പോകുന്നത്. കാരണം ഇവിടുത്തെ ചൂടായ വായു മേലോട്ട് പോയി ഈ തണുത്ത കാറ്റാണ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടുത്തെ താപനില കുറച്ച് കുറയും. അപ്പോൾ ഈ ഒരു സീ ബ്രീസ്, അതാണ് നമ്മൾ കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടി പോകുന്നത്, ഒരു തണുപ്പ് സുഖത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സീ ബ്രീസ് എന്താണ് ചെയ്യുന്നത്? ആ ഒരു പ്രദേശത്തിൻ്റെ താപനിലയെ, അന്തരീക്ഷ താപനിലയും അല്ലെങ്കിൽ ഭൗമോപരിതല താപനിലയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇതേപോലെ തന്നെ മറ്റൊരു സാധനമുണ്ട്, കരക്കാറ്റ്. കാരണം ഇത് ചൂടായി, ഇത് പകൽ സമയത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഡേ ടൈമിൽ സൂര്യനുള്ള സമയം. സൂര്യൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? അതൊന്ന് നമുക്ക് നോക്കാം. രാത്രിയാകുമ്പോൾ ചന്ദ്രൻ വന്നു. അപ്പോൾ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഊർജ്ജം കൊടുക്കാൻ വേണ്ടിയിട്ട് സൂര്യനൊന്നുമില്ല. നേരത്തെ ചൂടായിട്ടുള്ള കര എന്താവും? കരയുടെ പ്രത്യേകത എന്താ? വേഗം ചൂടാവും, വേഗം തണുക്കും. അപ്പോൾ എന്താ സമയം? നേരത്തെ ചൂടായിട്ടുണ്ടായിരുന്ന കര സൂര്യൻ പോയതോടെ വേഗം തണുക്കും. വേഗം തണുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ പ്രഷർ എന്തായിരിക്കും? ഇവിടെ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും, കാരണം കൂടുതലുണ്ടാവും. അപ്പോൾ ഇതേ സമയത്ത് കടലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കടൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ? വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെല്ലെ ചൂടാവൂ, മെല്ലയെ തണുക്കൂ. അപ്പോൾ പകൽ മുഴുവൻ കുറച്ച് ചൂടായിട്ടുണ്ടായിരുന്ന ഈ ഒരു വെള്ളം രാത്രി മെല്ലെ തണുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കരയെ താരതമ്യം ചെയ്യുമ്പോൾ കടലിലായിരിക്കും താപനില കുറച്ച് കൂടുതലുണ്ടാവുക. ഇവിടെ താപനില കുറച്ച് കൂടുതലുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ വായു ചൂടായിട്ട് ആ വായുവാണ് മുകളിലോട്ട് പോവുക. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്തായി? പ്രഷർ കുറഞ്ഞു. ഇവിടെ പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കരയിൽ നിന്നും പ്രഷർ കൂടിയ സ്ഥലം ഇവിടെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. ഇതിനെയാണ് ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നത്. ലാൻഡ് ബ്രീസ് എന്ന് വെച്ചാൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നതാണ്. ഇത് എപ്പോഴാണ് ഉണ്ടാവുക? രാത്രി സമയത്താണ് ഉണ്ടാവുക. രാത്രി സമയത്താണ് ലാൻഡ് ബ്രീസ് ഉണ്ടാവുക, അല്ലെങ്കിൽ വിൻ്റർ, തണുപ്പ് കാലഘട്ടങ്ങളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് എന്താ സംഭവിക്കുക? വിൻ്റർ അല്ലെങ്കിൽ തണുപ്പ് കാലഘട്ടത്തിൽ ലാൻഡ് കൂളാവും. കൂളാവും എന്ന് പറഞ്ഞാൽ ലാൻഡ് വേഗം തണുക്കും, കര വേഗം തണുക്കും. അപ്പോൾ അവിടെ ഹൈ പ്രഷർ ക്രിയേറ്റ് ആവും. അതേ സമയത്ത് കടൽ മെല്ലെ മാത്രമേ തണുക്കുകയുള്ളൂ, അതായത് വളരെ സ്ലോലി ആയിട്ടേ തണുക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു ലോ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ലോ പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക്, അതായത് വിൻഡ് ബ്ലോസ് ഫ്രം ലാൻഡ് ടു സീ, കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കരക്കാറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കരക്കാറ്റ് എന്താണെന്ന് മനസ്സിലായി, കടൽക്കാറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇവ രണ്ടും അന്തരീക്ഷ താപനില കുറക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും താപനിലയെ സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഒന്നാമത്തത് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് എന്താണ്? ലാറ്റിറ്റ്യൂഡ് കൂടുന്ന സമയത്ത്
ലാറ്റിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയും. കാരണം ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ ലാറ്റിറ്റ്യൂഡ് കൂടും, അപ്പോൾ അവിടെ എന്താകും ടെമ്പറേച്ചർ കുറയുന്ന ഒരു സാഹചര്യമാണ്. രണ്ടാമത്തതാണ് അൾട്ടിറ്റ്യൂഡ്. അൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം. അപ്പോൾ പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ താപനില കുറവായിരിക്കും, കാരണം ഉയരം കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്, നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തതാണ് വിൻഡ്. വിൻഡിൽ തന്നെ നമ്മൾ 2 പഠിച്ചു. ഏതൊക്കെയാണ്? ഈ ഒരു സീ ബ്രീസ്, കടൽക്കാറ്റ് പകലാണ് ഉണ്ടാവുക, കരക്കാറ്റ് ലാൻഡ് ബ്രീസ് രാത്രിയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കിയുള്ള 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എയർ മാസ് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറണ്ടുകൾ, അതായത് ജലപ്രവാഹങ്ങളുണ്ട്, ഓഷ്യൻ കറണ്ട്, പിന്നെ അതർ ലോക്കൽ ഫാക്ടർ. ഇത് 3 നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.